ഹായ് ഗൈസ്, നമ്മളിന്ന് ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. നമ്മളിപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോവുകയാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഇനി എന്തുവാ, വലിയ വെയിലൊന്നുമില്ല. ഞാൻ മുന്നേ എന്തിനാണ് തൊപ്പി വെച്ചേക്കുന്നത്? ചുമ്മാ വെച്ചേക്കണമെന്നേ ഉള്ളൂ. ഷോ നമ്മളിപ്പോൾ എന്തിനാ പോകുന്നത്? ചിക്കൻ വാങ്ങിക്കാൻ ഗെറ്റപ്പ് വേണ്ടത്. നമ്മൾ എവിടെ പോയാലും നല്ല സൂപ്പറായിട്ട് പോകണം, അടിപൊളിയായിട്ട് പോകണം. അതെ. ഞങ്ങളിതാ ഇപ്പോൾ ഒരു എവിടെയാണ് ഈ സ്ഥലം? അപ്പോൾ ഇതിനടുത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നിറയെ മഞ്ഞപ്പൂക്കളും പച്ചപ്പും. ഓക്കെ, പച്ചപ്പൂവില്ല, പച്ചയല്ലേ? പച്ചപ്പും. ഇത് ഫുള്ള് പച്ചപ്പില്ലേ ഉള്ളൂ, ഇതിന് മഞ്ഞപ്പൂടെ. ഇതാണ് ഗൈസ് സമ്മൂൻ്റെ അനിയൻ അബി. ക്ലാസ് പോയിട്ട് വരെയാണ്, സ്കൂളിൽ പോയിട്ട് വരെയാണ് അല്ലേ? എത്ര പഠിക്കുന്ന അബി? ചിക്കൻ കട അടച്ചിരിക്കുന്നു. ചിക്കൻ കട മീഡിയം സൈസ്. ഒരു മീഡിയം സൈസ് കോഴി. ഓ, 270 രൂപ. നമ്മൾ കാരണം ഒരു കോഴി കഴിക്കാൻ പോവുകയാണ്. നമുക്കിത് കാണാൻ വയ്യ. നമുക്ക് കുറച്ച് കണ്ണീര് ഡെക്കറേഷൻ്റെ സാധനം പോയി വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് ഫാൻസി പോകാം. നമ്മളങ്ങനെ നവീൻ ഫാൻസിലെത്തി. ഫാൻസി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ആക്കിയെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഇവിടെ തന്നെ കാണും. എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ നിങ്ങൾ? ഈ വളകളെ ആർക്കെങ്കിലുമൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്താൽ നിറയെ മാലകളൊക്കെ ഉണ്ട്. ഇതാണ് ഗായ്സ് ഈ കിളിയും കൊണ്ട് എവിടെയെങ്കിലും വന്നുള്ള പ്രശ്നം. നമുക്ക് വേറെ സാധനങ്ങൾ നോക്കാം. ഇവിടെ നിറയെ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണോ മേടിക്കാം. കിളി ചോദിക്കുന്നത് കണ്ടോ? കിളി എത്ര ദൂരം? ഇതിങ്ങനെ വരെ കിടക്കും. ഈ ലിപ്സ്റ്റിക്ക് എത്ര രൂപയാണ്? 30. ഇതോ 20. ഒരെണ്ണം അങ്ങനെ അത് 30. നടക്കൂലെന്നാണ് തോന്നുന്നു. ഇവിടെയൊക്കെ വില കുറഞ്ഞ ലിപ്സ്റ്റിക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ക്വാളിറ്റിയൊക്കെ അത് വിലയ്ക്ക് അനുസരിച്ചുള്ളതേ കാണുള്ളൂ. ഇനി നമുക്ക് എന്താ വാങ്ങിക്കണ്ടേ? ക്യാൻഡിൽസ് മേടിക്കണം. നമ്മൾ ടോയ്സ് മേടിക്കാനായിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ്. ഇത് ദയ വരുന്നു, ആരുമില്ല ഗൈസ്. ഇപ്പം നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുന്നതാണ്. നമ്മളെ കൂടെ ആരും വന്നില്ലല്ലോ. സാധനം എടുത്തും താഴെ പോയി കൊടുത്താൽ മതി. ആരെങ്കിലും വിളിക്കാം. ഇത് പൊട്ട് മിക്കവാറും അമ്മൂനെ ഇവിടെ പിടിച്ച് നിർത്തും. ഇനി അവൾ കുറച്ച് നേരത്തേക്ക് ബിസി ആയിരിക്കും കേട്ടോ. ആരെയും കാണാത്തോണ്ട് അവൾ താഴെ പോയി ഒരു ആൻറ്റി അതായത് ഇവിടെ നോക്കിയോ, ഇവിടെ ഫുള്ള് 100 രൂപയാണ്. എന്ത് എടുത്താലും 100 രൂപ. ഇത് എത്ര 100 തന്നെ ആൻറ്റി? പിന്നെ നമ്മളങ്ങനെ ചമ്മിപ്പോയി. സ്പൈഡർമാൻ്റെ കാറല്ലേ ഇത്? പെട്ടെന്ന് തോലുഞ്ഞു പോകുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഡോറയെ കണ്ടോ? ഇതാണ് ഡോറ സ്റ്റാറിനെ പിടിച്ചു. ഇത് മേടിച്ചാലോ?
നമ്മളങ്ങനെ പോയ കാര്യങ്ങളെല്ലാം നടന്നു. നമ്മൾ കുറച്ച് റിച്ച് ആയതുകൊണ്ട് നടരാജ കുടിച്ചു. ഇനി ചെന്ന് തണുത്ത വെള്ളം കുടിക്കണം. നിങ്ങൾ ആരും ഇങ്ങനത്തെ കുറേ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്, ഇങ്ങനെയൊന്നും നടന്നു പോകരുത്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇതേ ബലൂണ് പെരുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ ഇതെങ്ങനെയാണിത് ഇതാക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഞാനും അമ്മും ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് കഴിച്ചിട്ട് പോകും. പിന്നെ നമ്മളെല്ലാവരും കൂടെ ആയിട്ട് ഡാൻസ് പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലുണ്ടായിരുന്ന സമയമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്തു. നല്ലൊരു ഡേ ആയിരുന്നു. അതിന് ശേഷം അമ്മൂനെ അവളുടെ വീട്ടിലാക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ അപ്പൂപ്പ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. എന്നെ നന്നായിട്ട് അറിഞ്ഞുകൂടാ, ചോദിച്ച് മനസ്സിലാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ്.